Hi friends, welcome to my channel Easy Cookings. അപ്പോൾ ഫസ്റ്റ് റെസിപ്പി ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി തന്നെ ആകാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, അപ്പോൾ അധികം ഒന്നും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഫ്രൈഡ് വീഡിയോയിലേക്ക് പോവാം. പൊരിക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം മല്ലിപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്കിതിൽ ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീനിടാം. ഞാനിന്ന് വങ്കട മീനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ വങ്കട മീനാണ് ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, മീനും അരപ്പുമായിട്ട്. അപ്പോൾ അതേ നമ്മുടെ മീൻ പൊരിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം മീൻ കഷ്ണങ്ങളിടാം. അപ്പോൾ മീൻ എണ്ണ ചൂടായി. ഇനി നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിൽ ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ മീൻ കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തീ മീഡിയം ലെവലിൽ ഇട്ടിട്ടുണ്ട് തീ. അപ്പോൾ ഞങ്ങളുടെ മീൻ അങ്ങനെ കിടന്ന് പൊരിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കഷ്ണങ്ങളും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വേകുന്നത് വരെ. അപ്പം മീൻ ഏതാണ്ട് പൊരിഞ്ഞ് വേവാറായിട്ടുണ്ട് കേട്ടോ അടുത്ത സൈഡൂടെ. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ടിടുന്നത് കുറച്ച് വറ്റൽ മുളകാണ് ചതച്ചത്. വേവാറാവുമ്പോൾ ഇട്ടാൽ മതി.
ഇനി ഞാൻ കുറച്ച് സവാള കൂടെ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തീ ഓഫാക്കിയിട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിക്കാം അടച്ച് വെച്ചിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നോക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്താൽ ഉടനെ എടുക്കാൻ പാടില്ല കേട്ടോ. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഇതെടുക്കാവൂ. എന്നാലേ അതിൻ്റെ ആ സവാളയുടെ ഈ മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് മണമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ മീനിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം. എല്ലാം സെറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിലോട്ടോ. ഇനി നമുക്കിതിനെ സെർവിങ് ബേഡിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ എന്തേ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ മീൻ. ഇപ്പം ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതൊന്ന് മുറിച്ച് കാണിക്കാമേ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനുണ്ടാക്കിക്കൊണ്ട് പറയണമൊന്നുമല്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫസ്റ്റ് വീഡിയോ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഫിഷ് ഫ്രൈയിൽ തന്നെ തുടങ്ങാമെന്ന് വെച്ചതും. ഇതാകുമ്പോൾ ഇച്ചിരിയിലേ ഉള്ളൂ, ചെറുതായിട്ട് അതിനുള്ളൂ. ഓക്കെ ദെൻ ബൈ.